എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീനസ് എക്സ്പ്ലോറേഷൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് വീനസ് എന്ന് നമുക്കറിയാം. നമുക്ക് ഏകദേശം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ 8 ഗ്രഹങ്ങളാണ് ഉണ്ടാവുക. അതിലൊന്നാണ് മെർക്കുറി, 2 വീനസ്, 3 എർത്ത്, 4 മാർസ്, 5 ജൂപ്പിറ്റർ, 6 സാറ്റേൺ, 7 യുറേനസ്, 8 നെപ്റ്റ്യൂൺ. ഇങ്ങനെയുള്ള 8 ഗ്രഹങ്ങളാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അതിൽ രണ്ടാമത്തെ ആളാണ് വീനസ് എന്ന് പറയുന്നത്. വീനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വീനസ് എന്ന പേരുള്ള ഒരു ഗ്രഹം നമ്മുടെ രണ്ടാമത്തെ ഗ്രഹമാണ്. വീനസ് ദ സെക്കൻഡ് പ്ലാനറ്റ് ഫ്രം ദ സൺ. ഇറ്റ് ഈസ് സിമിലർ ഇൻ സ്ട്രക്ചർ ബട്ട് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ എർത്ത്. ഇത് ഭൂമിയുടെ ഒരു ഇരട്ടയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഭൂമിയേക്കാൾ വളരെ വലിപ്പം, ചെറുതായിട്ട് വലിപ്പ വ്യത്യാസം അല്ലെങ്കിൽ വലിപ്പം കുറവുള്ള ഒന്നാണ് ഈ ഒരു വീനസ് എന്നറിയപ്പെടുന്ന ഗ്രഹം. It has a thick and toxic atmosphere that consists primarily of carbon dioxide with clouds of sulfuric acid droplets. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്യാസുകൾ ഉള്ള ഗ്യാസുകളിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും മേഘങ്ങളിൽ സൾഫ്യൂരിക് ആസിഡിന്റെ ഡ്രോപ്ലെറ്റുമാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, സാധാരണ അല്ലെങ്കിൽ ജീവന് നിലനിൽക്കാൻ സാധ്യത വളരെ കുറവുള്ള ഒരു ഗ്രഹമാണ് വീനസ് എന്ന് പറയുന്നത്. ഇതും കൂടാതെ തന്നെ it has a runaway greenhouse effect. Its surface temperature reached 471 degrees Celsius, hot enough to melt lead. അതായത് ലെഡിനെ ഉരുക്കുവാൻ മാത്രം ചൂടുള്ള ഉണ്ടാകാൻ സാധ്യത 471 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന്റെ സർഫസ് ടെമ്പറേച്ചർ ഉയരാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ അവേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നറിയാം, നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാറ് പോലുള്ള വാഹനങ്ങൾ നല്ല ഗ്ലാസ്സുകളും ഉയർത്തി നമ്മളൊരു ടെമ്പറേച്ചറുള്ള അല്ലെങ്കിൽ നല്ല വെയിൽ സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഈ വണ്ടിയിലേക്ക് നമ്മൾ പ്രവഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ വണ്ടിയുടെ അല്ലെങ്കിൽ ഗ്ലാസിനുള്ളിലേക്ക് കടന്നു വന്ന എനർജി ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല. പകരം എന്താണ്, അവിടെ ടെമ്പറേച്ചർ വളരെയധികം ഉയർത്തുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മൾ ഹീറ്റ് ബജറ്റ് എന്ന ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയാം. നമുക്കറിയാം, സൂര്യൻ എന്ന ഒരു എനർജി സോഴ്സ് നമുക്ക് എന്ത് നൽകാറുണ്ട്, നമുക്ക് വേണ്ടുന്ന എനർജി നൽകുന്നുണ്ട്, നമുക്ക് വേണ്ടുന്ന ഊർജം നൽകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭൂമിയിലേക്കുള്ള ഒരു സൂര്യപ്രകാശം കടന്നു വരികയാണെങ്കിൽ അതിൽ 7% എവിടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സ്പേസിലേക്ക് സ്കാറ്റർ ചെയ്യപ്പെടും. 7% സ്പേസിലേക്ക് സ്കാറ്റർ ചെയ്യപ്പെടും. 17% എവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. എങ്ങോട്ട്? റിഫ്ലക്റ്റഡ് ബൈ ക്ലൗഡ്സ് ആൻഡ് സർഫസ്. അതുപോലെ തന്നെ സർഫസ് എന്താണ്, റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി 6% എന്താണ്, 6% എങ്ങോട്ട് പോകുന്നുണ്ട്? 6% സർഫസ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന, സർഫസിനാൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട് 6% പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ 23% അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? നമ്മുടെ എയർ, വാട്ടർ, കാർബൺ, O3, ഓസോൺ, ക്ലൗഡ് ആൻഡ് ഈവൻ ഡസ്റ്റ്. ഇങ്ങനെ ഒരു അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഇത് പുറഞ്ഞിട്ട് ബാക്കി 47% ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻ ആൻഡ് ലാൻഡ്. ഇത്രയും ആൾക്കാരാണ് ഇതിനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്താണ്, ഇപ്പം ഈ തരത്തിൽ റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഒരു ടെമ്പറേച്ചറിന്റെ ഒരു ബാലൻസ് ഉണ്ടാവുക. ഇത്തരത്തിൽ ഡിവിഷൻ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഈ ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്ന സാധ്യത നമ്മൾ പലപ്പോഴും എന്താകാറുണ്ട്, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, നൈട്രസ് ഓക്സൈഡ്, O3, CFC, ഹൈഡ്രോഫ്ലൂറോ കാർബൺ തുടങ്ങിയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം ഇത്തരത്തിലുള്ള എമിഷൻ പുറത്തേക്ക് അല്ലെങ്കിൽ ടെമ്പറേച്ചർ പുറത്തേക്ക് പോകാതെ ഭൂമിയിലെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വളരെ കൂട്ടാറുണ്ട് ഭൂമിയിലെ കാര്യമാണെങ്കിൽ. അപ്പം ഈ തരത്തിൽ തന്നെയുള്ള ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എവിടെയും സംഭവിക്കുന്നുണ്ട്, നമ്മുടെ വീനസിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തിനുള്ള സാധ്യതയില്ല, അവിടെ ഒരു ടെമ്പറേച്ചർ വളരെ ക്രമാതീതമായി വളരാനും അല്ലെങ്കിൽ 471 ഡിഗ്രി സെൽഷ്യസ് വരെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെ ഒരു ജീവിജാലങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ജീവന് നിലനിൽക്കാനുള്ള സാധ്യതയില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വീനസ് ഈസ് വാസ് ജസ്റ്റ് 2 planets that rotate from
ഈസ്റ്റ് ടു വെസ്റ്റ്. അതായത് ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് ചുറ്റുന്ന റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന 2 പ്ലാനറ്റുകളാണ് നമ്മുടെ സൗരതലത്തിലുള്ളത്. ഒന്ന് വീനസും മറ്റൊന്ന് യുറേനസുമാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വീനസ് ഹാസ് നോ മൂൺസ് ആൻഡ് നോ റിങ്സ്. ഒരു തരത്തിലുമുള്ള ഒരു മൂണോ അല്ലെങ്കിൽ റിങ്സോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല വീനസ് എന്ന് പറയുന്ന ഗ്രഹത്തിൽ. ഇത് നമുക്കറിയാം ഏകദേശം ഒരു പ്രധാനപ്പെട്ട ചില മിഷൻസ് വീനസിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ശുക്രയാൻ എന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഈസ് ഓൾസോ പ്ലാനിങ് എ മിഷൻ ടു വീനസ് ടെന്റേറ്റീവ്ലി കോൾഡ് ശുക്രയാൻ. ഇപ്പോൾ അതിന് വിളിച്ചിരിക്കുന്ന പേര് ശുക്രയാൻ എന്ന് മാത്രമാണ്. 2 ജപ്പാന്റെ ഒരു മിഷൻ ഉണ്ടായിരുന്നു, അക്കാത്സുക്കി എന്നാണ് അതിന്റെ പേര്. 2015 അതിന്റെ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. 3 വീനസ് എക്സ്പ്രസ്, അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയാണ്. 2005 നാസ മഗല്ലൻ എന്നറിയപ്പെടുന്ന ഒരു എക്സ്പ്ലോറേഷൻ ചെയ്തിട്ടുണ്ട് 1989. ഇതൊരു എന്താണ് പലപ്പോഴും ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു പോയിന്റുകൾ. 1 ഇന്ത്യയുടെ എന്താണ് ISROയുടെ ശുക്രയാൻ, 2 അക്കാത്സുക്കി ജപ്പാൻ, വീനസ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇൻ ദി ഇയർ 2005, നാസാസ് മെഗല്ലൻ 1989. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിനു മുമ്പ് എന്താണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ച് ചിന്തിച്ചു. എന്നാൽ റൺ എവേ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ് എന്ന് നമ്മൾ നോക്കില്ല. റൺ എവേ greenhouse effects occurs when a planet contains greenhouse gases in an amount sufficient to block thermal radiation from the planet, preventing the plant from cooling and from having liquid water on its surface. അതായത് നമുക്കറിയാം ഒരു പ്ലാനറ്റിലേക്ക് ഒരു പ്ലാനറ്റ് ഏതെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വീനസ് തന്നെ എടുക്കാം. വീനസിലേക്ക് വന്നിരിക്കുന്ന ഒരു ഹീറ്റ് എനർജി ഉണ്ടാവും. ഈ ഹീറ്റ് എനർജിയുടെ കുറച്ച് ഭാഗം സ്പേസ് അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ഡസ്റ്റ് അബ്സോർബ് ചെയ്യും, ക്ലൗഡ്സ് അബ്സോർബ് ചെയ്യും, കുറേ എന്ത് ചെയ്യുന്നത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സ്പേസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മൾ എന്തൊക്കെ വന്നു, നമ്മൾ വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഓസോൺ, ഹൈഡ്രോഫ്ലൂറോ കാർബൺ തുടങ്ങിയ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇവിടെ പ്രസന്റ് ആകുന്നതിനാൽ എന്ത് ചെയ്യാറുണ്ട്, ഈ എസ്കേപ്പിനെ അല്ലെങ്കിൽ റേഡിയേഷനെ അല്ലെങ്കിൽ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാനറ്റിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു എസ്കേപ്പിനെ ഇത് തടയുകയും അതിന്റെ റിസൾട്ടായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഈ ഒരു പ്ലാനറ്റിനെ കൂളാകാൻ അനുവദിക്കാതെ എപ്പോഴും ഹീറ്റാക്കി നിർത്തുകയും അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന എന്താണ് വാട്ടറിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒരു പ്രസൻസിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റൺ എവേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നും വിളിക്കുന്നത്. അപ്പൊ വീനസിന് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഒന്നാമത്തെ പ്രധാന പ്രശ്നം ഒരു തിക്ക് ആൻഡ് ടോക്സിക് അറ്റ്മോസ്ഫിയർ ആണ്. അതിനകത്ത് തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെ കൂടുതലാണ്, സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്ലെറ്റ്സിന്റെ അളവും കൂടുതലാണ്. 2 റൺ എവേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വീനസിന്റെ ഉള്ളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ഫാക്റ്റുകളാണ്. എ സിംഗിൾ വെനൂസിയൻ റൊട്ടേറ്റ്സ് ടേക്ക് പ്ലേസ് അറൌണ്ട് 243.0226 എർത്ത് ഡേയ്സ്. ദിസ് മീൻസ് എ ഡേ ലാസ്റ്റ് ലോങ്ങർ ദാൻ എ ഇയർ ഓൺ വീനസ്. അതായത് ഒരു റൊട്ടേഷൻ ഏകദേശം 243 ദിവസത്തോളം എടുക്കുന്നുണ്ട്. ആൻഡ് മേക്സ് കംപ്ലീറ്റ് ഓർബിറ്റ്സ് അറൌണ്ട് ഇൻ 225 days. The Venusian planetary core has a diameter of about 7,000 kilometers, comparable to Earth's core, which is 6,970 kilometers. Venusian tilt is about around 2.64 degrees. Earth is about 23.5 degrees. ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള പോയിന്റുകളാണ്. അത് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് പ്രസൻസ് ഓഫ് ഫോസ്ഫൈൻ. എന്താണ് ഫോസ്ഫൈൻ എന്ന് നമുക്ക് നോക്കാം. ഫോസ്ഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു കളർലെസ് ഫ്ലെയിമബിൾ ടോക്സിക് ഗ്യാസ് ആണ് ഈ ഫോസ്ഫൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് PH3 എന്നാണ് ഈ ഫോസ്ഫൈനിന്റെ ഈ ഒരു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇതൊരു കളർലെസ് ഫ്ലെയിമബിൾ വെരി ടോക്സിക് ഗ്യാസ് ആണ്, വളരെ അധികം പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് റൺ എവേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ട്,
2 കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ഉണ്ട്, 3 സൾഫ്യൂരിക് ആസിഡിന്റെ ഡ്രോപ്ലെറ്റുകളുണ്ട്, 4 പ്രസൻസ് ഓഫ് ഫോസ്ഫൈൻ ഉണ്ട്. ഫോസ്ഫൈൻ ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. പ്യുവർ ഫോമിൽ ഫോസ്ഫൈൻ ഒരു എന്താണ് ഒരു പോയിസണസ് ഗ്യാസ് ആണെങ്കിലും അതിനൊരു എന്താണ് ഒരു മണമില്ലാത്ത ഒരു ഗ്യാസ് ഫോം ആണ്, ഒരു ഗ്യാസ് ആണ് ഫോസ്ഫൈൻ എന്ന് പറയുന്നത്. According to a study published in Nature Geoscience, Venus is still geologically active. The study identified 37 active volcanoes in the form of ring-like structures known as coronae on the surface of Venus. അതൊരു പോയിന്റ് അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അടുത്തത് ഇഫക്ട്സ് ഓഫ് കോവിഡ് ഓൺ അർബൻ ആൻഡ് റൂറൽ പുവർ. നമുക്കറിയാം ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂസ് ആണ് റൂറൽ അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് റൂറൽ മേഖലയിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, തൊഴിൽ അന്വേഷിച്ച് അർബൻ ഏരിയാസിലേക്ക് പോകാറുണ്ട്. ഈ അർബൻ ഏരിയാസിൽ പോകുമ്പോൾ പൊതുവെ ചെയ്യുന്ന ഒരു ടെൻഡൻസി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂറൽ ഏരിയയിലുള്ള ആളുകൾ പലപ്പോഴും എന്താണ് സ്കിൽഡ് ഓർ അൺസ്കിൽഡ് ലേബേഴ്സിന് വേണ്ടിയിട്ടാണ് പോവുക. അതായത് ചിലപ്പം എന്താണ് ചില ആളുകൾ കെട്ടിടം പണികൾ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകും, ചില ആളുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അൺസ്കിൽഡ് ലേബേഴ്സിലേക്ക് പോകും. അപ്പൊ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു അൺസ്കിൽഡ് ലേബേഴ്സിലോ അല്ലെങ്കിൽ അർബൻ ഏരിയാസിലേക്ക് മാറുന്ന ആളുകൾ കോംപ്രമൈസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഒന്ന്, അക്കോമഡേഷനിൽ കോംപ്രമൈസ് ചെയ്യും, അതായത് കിട്ടുന്ന സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അതിന്റെ സാനിറ്റേഷൻ അല്ലെങ്കിൽ ഏറ്റവും വൃത്തിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ കുറവായിട്ടുള്ള സാധ്യതയിലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? പലപ്പോഴും റെന്റ് പോലുള്ള സാഹചര്യങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ വ്യക്തികൾക്ക് ഇല്ലാത്തത് കൊണ്ടാവാം. 2, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് എന്താ ഫുഡ്. ഈ 2 കാര്യത്തിലാണ് ഈ ആളുകൾ അല്ലെങ്കിൽ റൂറൽ നിന്ന് അർബനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കോവിഡ് ഇഷ്യൂസ് ഉണ്ടാകുന്ന കോവിഡിന്റെ വളരെയധികം പാരമ്യതയിലെത്തുമ്പോൾ ഇവിടെ അർബൻ ഏരിയാസിൽ എന്താണ് സംഭവിച്ചത്? അർബൻ ഏരിയാസിൽ അൺഎംപ്ലോയ്മെന്റ് എന്തായിട്ടുണ്ട്? വളരെയധികം കൂടിയിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ് കൂടിയ സമയത്ത് എന്താ സംഭവിക്കുക? അവരുടെ ഇൻകം എന്ന് പറയുന്നത് വളരെയധികം താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് പോകുന്ന ഇൻകത്തിന് അനുസരിച്ച് ഇവരുടെ എക്സ്പെൻഡിച്ചറിൽ ചെലവ് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? റെന്റ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റെന്റ് എന്ന ഒരു എക്സ്പെൻസ് കൂടുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്യും? പലപ്പോഴും ഫുഡിൽ ഇവർ കോംപ്രമൈസ് ചെയ്യും, അല്ലെങ്കിൽ ഫുഡ് ഇൻടേക്ക് വളരെയധികം കുറയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം എത്തുമ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് ആളുകൾ തിരിച്ച് റൂറൽ ഏരിയയിലേക്ക്, അവരുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകും. ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്നതുകൊണ്ട് എന്താ പ്രയോജനം കിട്ടുക? ഇവരുടെ വീടുകളിൽ താമസിക്കാം എന്നല്ലാതെ, റെന്റിന് ലാഭിക്കാം എന്നല്ലാതെ ഇവർക്ക് ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഈ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാവുന്നില്ല എന്നത് മാത്രമല്ല ഇന്നത്തെ പ്രോബ്ലം, ഇവരുടെ ഫുഡ് എക്സ്പെൻഡിച്ചേഴ്സ് വളരെയധികം കൂടുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സഹായത്തിന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സഹായത്തിന് വേണ്ടി ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, അത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഒന്നാമത്തെ ഇഫക്റ്റ് ആണ് ഇക്കണോമിക് ഇഫക്റ്റ്. ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ചില വീഴ്ചകൾ, ചില അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം ഏകദേശം എന്താണ് റീസെന്റ് ഏകദേശം 55% വർധനയാണ് നമ്മളുടെ ജനങ്ങൾക്കിടയിലെ തൊഴിലാളി അല്ലെങ്കിൽ ലേബർ ഫോഴ്സിൽ ഉണ്ടായത്. അപ്പം ലേബർ ഫോഴ്സിൽ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ ഉണ്ടായ ഒരു വലിയൊരു മാറ്റമാണ് ചൈൽഡ് ലേബറിലും എന്തുണ്ടാകാറുണ്ട്? ഇത്തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാകാറുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് എടുത്തു കാണപ്പെടേണ്ട ഒന്നാണ്. ഇതിലെ ഈ എക്കണോമിക് ക്രൈസിസ് വാസ് ഡീപ്പനിങ് ആസ് പീപ്പിൾ ഹു ലോസ് ദെയർ ജോബ്സ് were yet to find replacement. അവർക്ക് എന്താണ് ഒരു ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഉദാഹരണം നമുക്കറിയാം റൂറൽ ഏരിയാസിലാണെങ്കിൽ പോലും എന്താണ് സംഭവിച്ചത്? MGNREGA എന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് നമുക്ക്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഇതിന്റെ ഒരു റിസൾട്ട് എന്താണ്? ഇപ്പോഴത്തെ ഒരു COVID-19 പശ്ചാത്തലത്തിൽ പല കമ്പനി അല്ലെങ്കിൽ സ്റ്റേറ്റുകളും മാക്സിമം 5 പേരെയാണ് ഒരു ദിവസം ജോലിക്ക് അനുവദിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഗവൺമെന്റ് ഇൻഫ്യൂഷനും ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജനറേഷനും ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇവൻച്വലി റിസൾട്ടഡ് ഇൻ ലോസ് ഓഫ് പേ ആൻഡ് ലോസ് ഓഫ് ജോബ്സ്. അവർക്ക് അതുകൊണ്ട് തന്നെ എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ സാധ്യതയിലേക്ക് എത്തുന്നില്ല. അതിനൊപ്പം തന്നെ എന്താണ് ഈ ഓപ്പോസിഷൻ പാർട്ടീസ് ഫോഴ്സ് ചെയ്യുന്ന നാഷണൽ ലോക്ക്ഡൌൺ എന്നറിയപ്പെടുന്നത് പലപ്പോഴും അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾക്ക്
മങ്ങലേൽപ്പിക്കുകയാണ്. അപ്പം അതിനൊപ്പം തന്നെ എന്താണ് സംഭവിച്ചത്? ഇപ്പം ഈ റിസൾട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റൂറൽ അർബൻ റിവേഴ്സ് മൈഗ്രേഷന് ശേഷം ഇവരുടെ ഇൻകം എന്ന് പറയുന്നത് പകുതിയാവുകയോ അല്ലെങ്കിൽ 4/1 ചുരുങ്ങുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ എക്സ്പെൻഡിച്ചർ വളരെ കുറയുകയും ഒരു ആരോഗ്യകരമല്ലാത്ത ഒരു സമൂഹത്തിലെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഇക്കണോമിക് സ്റ്റെപ്പ് ബാക്ക് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തേത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് സോഷ്യൽ സെക്ടർ സ്കീം കവറേജ്. A large section of rural residents could cushion the blow of pandemic-driven economic disruption due to food grain via public distribution system. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ കേരള പോലുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഹാസ് പ്രൊവൈഡഡ് ദം എ കുഷ്യൻ ടു ഓവർകം ദിസ് ഇക്കണോമിക് സ്റ്റെപ്പ് ബാക്സ് ഡ്യൂ ടു ദിസ് COVID-19. അപ്പൊ ഇത്തരത്തിലുള്ള COVID-19 കാരണം ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബാക്കിനെ, എക്കണോമിക് സ്റ്റെപ്പ് ബാക്കിനെ ഒരു പരിധി വരെയും ഗവൺമെന്റ് ഇന്റർവെൻഷൻ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അർബൻ പോപ്പുലേഷൻ ഉണ്ട്, അതായത് റൂറൽ അർബൻ മൈഗ്രേഷൻ നടത്തിയിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും എന്താണ്, അവരുടെ ഫാമിലികളുടെ കയ്യിലായിരിക്കാം പലപ്പോഴും റേഷൻ കാർഡുകളും മറ്റുള്ള സോഷ്യൽ ബെനിഫിറ്റ് കാർഡുകളും. അപ്പോൾ എന്താണ്, ഈ അർബൻ പോപ്പുലേഷനിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള അവൈലബിലിറ്റി വളരെ കുറവായിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഓൾസോ ഹാഡ് റിലേറ്റീവ്ലി ബെറ്റർ കവറേജ് എമംഗ് ദ റൂറൽ പീപ്പിൾ ആസ് റൂറൽ ഏരിയാസ് ഹാഡ് ബെറ്റർ ആക്സസ് ടു PDS റേഷൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സാധാരണക്കാരിലായിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടാത്ത ആളുകൾക്കായിരിക്കും കൂടുതൽ റേഷൻ ആക്സസുകൾ ലഭിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവാനും കൂടുതൽ എക്കണോമിക് സ്റ്റെപ്പ് ബാക്കുകൾ ഉണ്ടാകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. എ ലാർജർ പോപ്പുലേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഇൻ അർബൻ ഏരിയാസ് ഡിഡ് നോട്ട് ഹാവ് ആക്സസ് ടു റേഷൻ കാർഡ്. ഇതൊരു വളരെയധികം ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊന്നാണ് ഈ ന്യൂട്രീഷൻ ആൻഡ് ഹങ്കർ. അതായത് പൊതുവിലുള്ള ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂറൽ അർബൻ മൈഗ്രേഷൻ നടത്തുന്ന ആളുകളിൽ ഈ അർബൻ ഏരിയാസിലേക്ക് പോയിട്ടുള്ള ആളുകൾ പലപ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ ഇൻടേക്ക് വളരെ കുറയും. കാര്യം എന്താണ്, അവരുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട്. A decline in nutritional quality and quantity was more among urban respondents as was the need to borrow money for buying food. അതായത് ആഹാരത്തിന് വേണ്ടി പണം കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്താണ്, ഡ്യൂ ടു ലോസ് ഓഫ് എംപ്ലോയ്മെന്റ്, ജോലി നഷ്ടത്തിന്റെ ഒരു റിസൾട്ടായിട്ട്. അതുപോലെ ശേഷം ലെവൽസ് ഓഫ് ഹങ്കർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി റിമെയിൻ ഹൈ വിത്ത് ലിറ്റിൽ ഹോപ്പ് ഓഫ് ദി സിറ്റുവേഷൻ ഇംപ്രൂവിംഗ് വിത്തൗട്ട് മെഷേഴ്സ് സ്പെസിഫിക്കലി aimed at providing employment opportunities as well as food support. അതായത് ഫുഡ് സപ്പോർട്ടിന് അപ്പുറത്ത് ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നൽകേണ്ടത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ RBIയുടെ കൊണ്ടുവന്നിരിക്കുന്ന ചില എന്താണ് മോണിറ്ററി ഇൻഫ്യൂഷൻ സ്കീമുകൾ. അതായത് ഏകദേശം 50,000 കോടി രൂപയുടെ ഒരു ഇൻഫ്യൂഷൻ, അതായത് മോണിറ്ററി ഇൻഫ്യൂഷൻ നമ്മുടെ ഹെൽത്ത് സെക്ടറിലേക്ക് ഇൻഫ്യൂസ് അല്ലെങ്കിൽ 50,000 കോടി രൂപ ഇൻഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടായിട്ട് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷൻ തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീമുകൾ ഈ എംപ്ലോയ്മെന്റുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള എംപ്ലോയ്മെന്റിനെ ഉയർത്തിക്കൊണ്ടുവരികയും അല്ലെങ്കിൽ ഈ എംപ്ലോയ്മെന്റ് കൊണ്ട് ഓരോ വ്യക്തികളുടെയും ഇൻകം വളർത്തുകയും അതിനുശേഷമാണ് ഇൻകം വളർന്നെങ്കിൽ മാത്രമാണ് ഈ ലെവൽസ് ഓഫ് ഹങ്കർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക. അതിനൊപ്പം തന്നെ എന്താണ് നമ്മുടെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്താണ്, നമ്മുടെ കർഷകർക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ രാജ്യം മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ നീഡ് ഓഫ് ദി ഡേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഇനി നമുക്ക് ചില പ്രിലിംസ് പ്രാക്ടീസ് ടെസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ മീഥെയിൻ. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് വൺ അമംഗ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവൈലബിൾ ഓൺ ദ എർത്ത് അറ്റ്മോസ്ഫിയർ അല്ലെ. ഇതിനകത്ത് അറിയാം നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മീഥെയിൻ ഈസ് എ ഗ്യാസ് that is found in small quantities in earth atmosphere. Methane is the simplest hydrocarbon consisting of one carbon atom and a 4 hydrogen atom.
ഇത് രണ്ടും ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. മീഥേൻ ഈസ് 84 times more potent than carbon and doesn't last as long as in the atmosphere before it breaks down. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. It is responsible for creating ground level ozone, a dangerous air pollutant. ഇത് 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം ഇതിനകത്ത് ഓപ്ഷൻസ് തെറ്റുണ്ട്. ഇതിനകത്ത് ഓൾ ഓഫ് ദി എബോവ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ വീനസ്. നമ്മൾ ഇപ്പോൾ സംസാരിച്ച വീനസിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വീനസ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ദാറ്റ് റൊട്ടേറ്റ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അല്ല, ഇത് മാത്രമല്ല ഉള്ളത്, യുറേനസും എന്താണ്, നമ്മുടെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ഒരു, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. വീനസ് മാത്രമല്ല ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, യുറേനസും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വീനസ് ദ സെക്കൻഡ് പ്ലാനറ്റ് ഫ്രം ദ സൺ, അത് ശരിയാണ്. ഇറ്റ് ഈസ് സിമിലർ ഇൻ സ്ട്രക്ചർ ബട്ട് സ്ലൈറ്റ്ലി ലാർജർ ദാൻ എർത്ത്, അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്ലൈറ്റ്ലി സ്മോളർ ദാൻ എർത്ത് ആണ് ശരി. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Venusian is about 2.4 degrees, 2.64 degrees. Earth is about 23.5 degree. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. Which among the following statement is or are correct? Only 3. C is the right answer. 3. Consider the following statements on unique disability identification portal. The project is being implemented with a view of creating national database for persons with disabilities and issue a unique disability credit identity card to each person with disabilities. Statement ശരിയാണ്. The project will not only encourage transparency, efficiency and ease of delivering government benefit to the person with disabilities, but also ensures uniformity. A statement ശരിയാണ്. 3. The project will also help in streamlining the and tracking of physical and financial progress of beneficiaries at all levels of hierarchy of implementation, from village level, block level, district level, state level and national level. ആ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സി is the right answer. Consider the following pairs. 1. ശുക്രയാൻ, നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് ആണ് ശുക്രയാൻ, അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അഗാസുക്കി ജപ്പാന്റെ ഒരു പ്രോഗ്രാം ആണ് നമ്മൾ പഠിച്ചു. വീനസ് യൂറോപ്യൻ യൂണിയന്റെ ആണ് പഠിച്ചു. മെഗല്ലൻ ഓസ്ട്രേലിയയുടെ അല്ല, പകരം നാസ US-ന്റെ ആണ് മെഗല്ലൻ എന്ന പ്രോജക്റ്റ്, 1989 പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ 4 തെറ്റാണ്. Only 1, 2 and 3. Option Z is the right answer. Consider following statements on phosphine. നമ്മൾ പറഞ്ഞൊരു കളർലെസ് ഓർഡർലെസ് ഗ്യാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. Phosphine is a flammable toxic that has compound with the chemical formula of PH3. Statement 1 ശരിയാണ്. 2. Pure phosphine is an odorless gas. മണമില്ലാത്ത ഗന്ധമില്ലാത്ത ഗ്യാസ് ആണ് ഫോസ്ഫൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത്തരത്തിലുള്ള 5 ക്വസ്റ്റ്യൻസും ഈ 2 പോയിന്റുകളുമാണ്, ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ഒന്ന് സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകളുടെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒന്ന് നമ്മൾ വീനസിനെ കുറിച്ച് പഠിച്ചു, അതിനൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെക്കുറിച്ച് പഠിക്കുക. ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഹീറ്റ് ബജറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വീണ്ടും വായിക്കുക. ഇന്നത്തെ ആർട്ടിക്കിൾസ്, ഹിന്ദുവിലെ ആർട്ടിക്കിൾസ് ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.